എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയ അംബർല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഏത് മോഡൽ എടുത്താലും ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയ പണികൾ തീർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കൈയുടെ അറ്റം അടിക്കാനുണ്ട്. അപ്പോൾ അത് അടിച്ചു വയ്ക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മടക്കി നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റേത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കൈയുടെ രണ്ട് അടിവശം അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ പണി കഴിഞ്ഞു. അടുത്തത് നമുക്ക് യോക്ക് ഭാഗമാണ് കേട്ടോ. യോക്ക് ഭാഗത്തിൻ്റെ നെക്ക് നമുക്ക് ഈ ലൈനിങ് തുണിയായിട്ട് എങ്ങനെ യോജിപ്പിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നല്ല വശവും ഈ ലൈനിങ് തുണിയായിട്ട് ആദ്യം നമ്മളിങ്ങനെ വെക്കണം. നല്ല വശം ലൈനിങ് കൂടെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ വെച്ചടിക്കാൻ പറ്റില്ല, കാരണം വെച്ചടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിന്ന് വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ അടിക്കണം. നല്ല വശത്തോട്ട് വേണം അടിക്കാനായിട്ടോ. അത് പ്രത്യേകം ഓർക്കണം. നല്ല വശവും ചീത്ത വശവും നോക്കിയിട്ട് നല്ല വശം ലൈനിങ്ങുമായിട്ട് വേണം അടിക്കാൻ. ഇത്രയും ഭാഗം ഒരു 4 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ മുട്ടു സൂചിയൊക്കെ മാറ്റി കഴുത്തൊന്ന് ലൈനിങ് വെട്ടിക്കളയണം. വെട്ടിയതിന് ശേഷം നമ്മൾ തയ്ച്ചേക്കുന്ന നൂല് ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഓരോ ഇട്ട് കൊടുക്കണം. അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലോണം അടിച്ചത്. ആ നൂലെ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ചെയ്യാൻ. ഇനി നമ്മൾ ഇപ്പോൾ ലൈനിങ് അടിച്ചിട്ടില്ലേ, ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പാർട്ടുണ്ടല്ലോ, അത് ലൈനിങ്ങിലേക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഈ ഭാഗത്തേക്ക് പോകരുത്. ഈ ഭാഗത്ത് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളതൊന്ന് ചേർത്ത് പതിച്ചടിച്ച് കൊടുക്കണം. ഇതിനോട് തന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ആ വരിയിൽ കൂടെ തന്നെ ഫ്രണ്ടിലോട്ട് കയറാതെ. ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ മറിച്ച് കൊടുക്കണം. മറിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ നമ്മുടെ കഴുത്ത് വന്നിട്ടുണ്ട്. ഒരടിക്ക് കൂടെ നമ്മൾ ഒരു പുറത്തേക്കൂടെ ഈ തുണി ഇങ്ങനെ ലൈനിങ് തുണി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടിക്ക് കൂടെ കഴുത്തിന് അടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല ഷേപ്പിലിരുന്നോളും. നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈനിങ് തുണി ഈ നല്ല തുണിയോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ നേരത്ത് നല്ല എളുപ്പത്തിൽ തയ്ച്ചാൽ പോകാം. അല്ലെങ്കിൽ ഈ ലൈനിങ് തുണി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. മേൽഭാഗം ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കയ്യൊക്കെ അടിക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകി പോകാനുണ്ടെങ്കിൽ നമ്മൾ കയ്യൊക്കെ അടിക്കുന്ന സമയത്ത് ലൈനിങ് സ്റ്റിച്ചിങ് മാർക്കും അപ്പോൾ ലൈനിങ് ഇച്ചിരി തട്ടി നിൽക്കണ്ടായിരുന്നു, അതങ്ങ് വെട്ടിക്കളയണം. ബാക്ക് കഴുത്തും നമ്മൾ ഫ്രണ്ട് കഴുത്ത് ചെയ്ത പോലെ തന്നെ ഈ ഒരടിപ്പ് വരെ പതിച്ചടിക്കൽ വരെ നമ്മൾ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യണ സമയത്ത് ഇൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിസിബിളായിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംഭവം ഈ പുറത്തേക്കൂടെയുള്ള അടിപ്പ് ചെയ്യില്ല. അത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മൊത്തത്തിൽ അടിക്കുകയും ചെയ്യുള്ളൂ കേട്ടോ.
ഇപ്പോൾ ബാക്ക് കഴുത്ത് ഇത്രയും ചെയ്യാമുള്ളൂ. ഫ്രണ്ട് കഴുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് കളയരുത്. കോളർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ബാക്കിൽ വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടില്ലല്ലോ, അപ്പോൾ ആ ബാക്കിൽ നല്ല വശവും ഫ്രണ്ടിൽ നല്ല വശവും കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വേണം അടിക്കാൻ. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ഈ സ്റ്റിച്ചിങ് കാണാതെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരടിപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, കറക്റ്റാണോ നമ്മൾ അടിച്ചിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ കണ്ടോ, ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ അകത്ത് കണ്ടോ, അകത്ത് ഇതേ ഇങ്ങനെ വരണം കണ്ടോ, ഇങ്ങനെ കാണാം. നമ്മൾ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ വരണം. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇതിന് ശേഷം അടിച്ചതിന് ശേഷം നമുക്ക് ഈ വഴി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കരുത്, അപ്പോൾ വിട്ടു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കറക്റ്റാണോ നമ്മൾ വെച്ചിരിക്കുന്നതെന്ന്. അതിന് ശേഷം നമുക്ക് രണ്ടാമത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഷോൾഡറും സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ല, 2 ഷോൾഡറും ജോയിൻ ചെയ്തു. ഇവിടെ നമുക്ക് കാണാനും പറ്റില്ല സ്റ്റിച്ചിങ്. ഇത് നമ്മൾ ലൈനിങ് അടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇനി ഫ്രണ്ടിൽ ബാക്കിലത്തെ കഴുത്തിൽ നമ്മൾ ചേർത്തടിച്ച് കൊടുത്തിട്ടില്ല, ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. ബാക്കിലെ കഴുത്തും അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിനിങ്ങും കഴിഞ്ഞു. കഴുത്തും ബാക്കിലെ കഴുത്തും നന്നായി അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ കഴുത്തും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിലെ കൈയുടെ ഭാഗത്തും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ കൈയുടെ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കാം. കൈ പിടിപ്പിക്കാനായിട്ട് നല്ല വശവും കൂടെയാണ് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ കൈയുടെ നടുഭാഗം വെച്ചിട്ട് നമുക്ക് നടുക്കുന്ന കറക്റ്റായിട്ട് ഈ അളവ് വെച്ചങ്ങ് അടിച്ചു കൊടുക്കാം. ഈ വെച്ചേക്കുന്ന അളവ് വെച്ച് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ കൈയുടെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും കൂടെ എടുത്ത് കറക്റ്റ് നടുക്ക് ആ നമ്മൾ ഇട്ട പോയിൻ്റ് ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന ആ കറക്റ്റ് പോയിന്റിൽ വയ്ക്കുക. എന്നിട്ട് 2 വശത്തേക്ക് അടിക്കാം. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കൈക്ക് യാതൊരു ചുളിവോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ കിട്ടും. അങ്ങനെ കൈ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ കൈ അടിക്കണം. അപ്പോൾ കൈ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അളവ് നോക്കാം, കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കൈയും 2 വശവും അറ്റം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇനി അടുത്ത കൈ അടിക്കാം. അങ്ങനെ 2 കൈയും വെച്ച് കഴിഞ്ഞു. യോക്ക് ഭാഗത്തിൻ്റെ എല്ലാ പണികളും തീർന്നു കേട്ടോ. യോക്ക് ഭാഗത്തിൻ്റെ എല്ലാ പണികളും തീർന്ന് ഇനി നമുക്ക് സ്കേർട്ട് ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് ലൈനിങ് താഴത്തെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യട്ടെ. ഞാൻ ലൈനിങ് അംബർല കട്ടിങ്ങിൽ തന്നെയാണ് എനിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ തുണിയാണ് അതിന് തയ്യുമായിരുന്നു, അങ്ങനെ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ അടിച്ച് പോകാം കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. സ്കേർട്ട് ഭാഗത്തും 2 പീസിലും നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് അടുത്തത് ലാസ്റ്റത്തെ ലെയർ ഒന്ന്
അടിച്ചെടുക്കണം. അതിന് ആദ്യം ഈ പീസുകൾ 2 പീസായിട്ടാട്ടോ ഓരോ വശം ഇരിക്കുന്നത്. ആ പീസ് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു അടിയിൽ വരുന്ന ഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട്. കൂട്ടി അടിച്ചതിന് ശേഷം നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ജോയിൻ ചെയ്ത ഭാഗം പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊന്ന് നമുക്ക് 2 ഭാഗവും താഴത്തെ ഭാഗം ഇച്ചിരി കൂടുതൽ മടക്കി അടിക്കണം. ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം. 2 വശവും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെറുതായിട്ട് അടിച്ച് ഭാഗത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് താത്തി വലിച്ചെടുത്ത് അടി അടിക്കുക. ഒറ്റ അടിയിട്ട നൂലിട്ട് ഈ 2 നൂലിൽ തയ്ക്കുന്ന നൂലിൻ്റെ ഒരു നൂലെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇതിന് ചെറിയൊരു ചുരുക്കുണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഒരു ചെറിയ ചുരുക്കുണ്ടാക്കിയെടുക്കണം മൊത്തത്തിൽ. എന്നിട്ട് നമ്മൾ താഴത്തെ അളവനുസരിച്ച്, ഇപ്പം നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ താഴത്തെ അളവനുസരിച്ച് പിന്നെ വേണം നമ്മളിത് അടിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ അടിഭാഗം വെച്ച് ലെയർ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അടിഭാഗത്തിൻ്റെ ആ അളവ് വെച്ച്, സ്കേർട്ടിൻ്റെ അളവ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുറമെ അതിനൊരു ചുരുക്കിട്ട ചെയ്തത് ഈ മേലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുറമേ ചെയ്യാൻ വേണ്ടി. അപ്പം നല്ല വശം വേണം നമ്മൾ അടിക്കാനായിട്ട് എടുക്കുക. നല്ല വശത്തിൻ്റെ മേലിലേക്ക് ഇതിൻ്റെ നല്ല വശം, നമ്മൾ ചുരുക്കിട്ട് വെച്ചിരിക്കുന്ന ലെയറിൻ്റെ നല്ല വശം ഏറ്റവും ലാസ്റ്റ് നൂലൊക്കെ കളഞ്ഞാൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നൂലില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ആ നൂല് കളഞ്ഞിട്ടില്ല. നമുക്കത് നല്ല വശത്തിലോട്ട് കയറ്റി വെച്ച് നമ്മൾ ആ ലെയർ ചുരുക്കിടാൻ വേണ്ടിയിട്ട് അടിച്ച ആ സെയിം സ്റ്റിച്ചിങ്ങിലേക്കൂടെ ആ സെയിം സ്റ്റിച്ചിൽ കൂടെ അടിച്ചെടുക്കണം. അങ്ങനെ അടിഭാഗത്ത് ലെയറും കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ഒരു ഫ്രണ്ട് വശത്തെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബാക്ക് വശത്തെയും കൂടെ കൊടുക്കണം. അടുത്തത് നമ്മൾ യോക്ക് ഭാഗം സ്കേർട്ട് ഭാഗം നമ്മൾ യോജിപ്പിക്കുകയാണ് കേട്ടോ. അതിനായി ആദ്യം നമ്മൾ 2ആയി മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു അടയാളം വെച്ച് കൊടുത്തിട്ട് വേണം, ആ അടയാളം വെച്ചത് തമ്മിൽ വേണം യോക്ക് ഭാഗവും സ്കേർട്ട് ഭാഗവും തമ്മിൽ നമ്മൾ യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് രണ്ട് ആ യോക്ക് ഭാഗവും സ്കേർട്ട് ഭാഗത്തിനും അളവിനൊന്നും വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ യോക്ക് ഭാഗവും അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നടുക്കത്ത്. ആ നടുക്കത്ത് കൊടുത്തിരിക്കുന്ന അളവ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ സ്കേർട്ടും യോക്ക് ഭാഗവും തമ്മിൽ എന്തെങ്കിലും നമ്മൾ തയ്ച്ച് വരുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഫ്രണ്ട് പാർട്ടിൻ്റെ തയ്ക്കൽ കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്ക് ഭാഗവും കൂടെ തയ്ച്ചെടുക്കണം. 2 വശവും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കൂട്ടി യോജിപ്പിക്കാം. ആദ്യം കൈ എടുക്കുക. കൈ തയ്ക്കുമ്പോൾ നമ്മൾ ഈ അടുപ്പുണ്ടല്ലോ അത് 2 മുകളിലോട്ട് വെക്കാൻ പാകത്തിന് നമുക്ക് കിട്ടാൻ പാകത്തിന് തയ്ക്കണം. അല്ലെങ്കിൽ 2 വശത്തേക്കും അടിച്ചു വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അടുപ്പത്തിലേക്ക് മുമ്പ് നമ്മൾ അടിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ വെച്ചേക്കണം. യോക്ക് ഭാഗം യോജിപ്പിച്ച ഭാഗവും ശ്രദ്ധിക്കണം. അത് താഴത്തോട്ടാണ് വേണ്ടത്. അതും 2 ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. തയ്ച്ച് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ലുക്ക്.